ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്ന ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ കാണിച്ചിരിക്കുന്ന സാരിയുടെ കളേഴ്സ് വളരെ പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. ഇന്ന് കാണുന്ന കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള സാരീസ് ആണ്. സാരീസിന് വിത്ത് ബ്ലൗസും കൂടെ ഉള്ള സാരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് സിൽക്കി ചെക്കോട്ട മെറ്റീരിയൽ ആണ്. അപ്പം അത് എന്ന് വെച്ചാൽ ചെക്കോട്ടനെ പോലെ ചെക്സ് ആണ് ഫുള്ളും സാരിയിലുള്ളത്. പക്ഷെ ഒരു സിൽക്കി എഫക്റ്റും കൂടെ വരുന്ന സാരിയാണ് ഇത്. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒരു പാർട്ടി വെയർ തീമിലാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ സാരീസും അഴിച്ചിടാൻ പറ്റിയ രീതിയിലാണ് ഞാൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ചെസ്റ്റ് പോർഷൻ്റെ ഫോക്കസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി. എന്നിട്ട് ഇവിടെ അഴിച്ചിടുമ്പോൾ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന പോർഷനിലും വർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഷോൾഡറിലും ഡിസൈൻ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ എല്ലാ സാരീസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല്ലൂലാണെങ്കിലും രണ്ട് സൈഡിലും വർക്ക് ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഡിസൈനിങ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏതൊക്കെ സ്റ്റിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മുടെ കളറ്, സാരിയുടെ കളർ നല്ല ഡാർക്ക് നേവി ബ്ലൂ സാരിയാണ്. അപ്പോൾ തന്നെ ഒരു ബ്ലാക്കിഷ് ബ്ലൂ എന്ന് പറഞ്ഞ ആ ഒരു കളറാണ്. അപ്പോൾ ആ ഒരു കളറിനകത്ത് എന്താ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ബട്ടൺ ഹോൾ ബാസ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. മുന്താണിയിൽ രണ്ട് സൈഡിലും വർക്ക് ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ് മുന്താണി വരുന്നത്. അപ്പോൾ അത് മുന്താണിയുടെ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ രണ്ട് വലിയ ഡിസൈൻ ഉണ്ട്. ബട്ടൺ ഹോൾ ബാസ്റ്റിച്ചിൻ്റെ നടുക്കൊരു കുഞ്ഞ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മേളിലോട്ട് സ്കാറ്റർ ചെയ്ത് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ചിടുവാണെങ്കിൽ രണ്ട് ഡിസൈനും കഴിഞ്ഞിട്ട് കുറച്ച് മേളിലോട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന കാരണം മുന്താണി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നത്തില്ല. കോർണറിൽ മാത്രമല്ല ഡിസൈൻ, ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന ഭാഗത്തും ഡിസൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബട്ടൺ ഹോൾ ബാ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ചും അതുപോലെ യൂസ് ചെയ്തിട്ടാണ്, പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയും തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഫ്രഞ്ച് നോട്ടും ഈ ആങ്കർ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാട്ടോ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ വിടിച്ചിരുമ്പോൾ ഇവിടെ രണ്ട് ലെയറാണ് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈൻ ഷോൾഡറിലോട്ട് പോകുന്ന ആ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു കുഞ്ഞു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അഴിച്ചിടുന്ന കാരണം 44 ഇഞ്ച് വേണമെന്നില്ല. ഞെറിഞ്ഞു കൊടുക്കുമ്പോഴ പോലെ അല്ലല്ലോ, അഴിച്ചിടുമ്പോൾ അത്രയും മുന്താണി വെക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് 44 എന്നുള്ളത് കുറച്ച് കുറയ്ക്കാൻ വേണമെങ്കിൽ 43ഓ 42ഓ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഹൈറ്റ് അനുസരിച്ച്. പിന്നെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷനിൽ അത് നെഞ്ചത്തോട്ട് വരുന്ന പോർഷനിലാട്ടോ അഴിച്ചിടുമ്പോൾ. അപ്പോൾ രണ്ട് സൈഡിലും ഇപ്പം ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ സൈഡിലും വരാനായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞെറിഞ്ഞു കൊടുക്കണമെങ്കിലും ഉണ്ട്, അതുപോലെ തന്നെ അല്ലാണ്ട് അഴിച്ചിടുവാണെങ്കിലും ചെസ്റ്റിൽ ഫുള്ളും ആയിട്ട് കാണാനുണ്ട്. എന്നിട്ട് ഇൻഡിവിജ്വൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇതിൻ്റെ അകത്ത് അഴിച്ചിടുവാണെങ്കിൽ കാണാനായിട്ട് ഇതുപോലെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സും കുറച്ച് കൊടുത്തിട്ടുണ്ട് അഴിച്ചിടുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സാരിക്ക് പ്ലെയിൻ ബ്ലൗസ് പീസാണ് വെച്ചിരിക്കുന്നത്. ബ്ലൗസ് പീസിൽ എംബ്രോയിഡറി ഒന്നുമില്ല, വിത്ത് ബ്ലൗസ് പീസാണ്. പക്ഷെ എംബ്രോയിഡറി ഒന്നും ബ്ലൗസ് പീസിൽ കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണ് ഈ ഒരു സാരി. ഇത് സെയിം കളർ ബ്ലൗസ് പീസ് തന്നെയാണ് കേട്ടോ, പക്ഷെ വർക്കില്ല ബ്ലൗസ് പീസിൻ്റെ അകത്ത്. ഇങ്ങനെയാണ് ഈ ഒരു സാരി തന്നെ. നമുക്ക് രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം. അപ്പം രണ്ടാമത്തെ സാരി നല്ല ഡാർക്ക് ഒലീവ് ഗ്രീൻ സാരിയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ചാണാ പച്ച എന്നൊക്കെ നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ. ആ ഒരു കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് യെല്ലോ കളറിൻ്റെ ഡബിൾ അല്ലെങ്കിൽ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. യെല്ലോയും ഒരു ലൈറ്റ് യെല്ലോയും ഓറഞ്ചും ഒക്കെ ആയിട്ട് വരുന്ന കളറാണ്. ആങ്കറിൻ്റെ നോർമൽ ത്രെഡ് കോട്ടൺ ത്രെഡ് ആട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം തെറിച്ച് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഇത് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്ന ഡിസൈനാണ് ഇത്. ഈ ഒരു വലിയ ഡിസൈൻ അതിൻ്റെ അകത്ത് 8 ഫ്ലവേഴ്സ് ഉള്ള ഡിസൈനാണ്. ഈ രണ്ട് കോർണറിലും ഈ 8 ഫ്ലവേഴ്സ് ഉള്ള ബഞ്ചാണ് തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വിടർന്നിരിക്കുന്ന പോർഷനിൽ
ഇൻഡിവിജ്വൽ ഫ്ലവർ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുക്ക് നമ്മൾ ഒരു റെഡ് കളർ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെമ്മും ലീവ്സും തയ്ച്ചിരിക്കുന്നത് പേൾ കോട്ടൺ ത്രെഡിന്റെ ഡബിൾ ഷെയ്ഡ് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെമ്മും ലീഫും തയ്ച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ആങ്കർ കോട്ടൺ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. പിന്നെ മുന്താണിയിൽ നിന്ന് പോകുന്ന ആ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ആണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. നമ്മുടെ എന്താ മുന്താണിയിൽ വിരിഞ്ഞിരിക്കുന്ന പോർഷനിൽ തയ്ച്ച ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ആണ് മുന്താണിയിൽ റണ്ണിങ് പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റിലോട്ട് ചേർന്നിരിക്കുന്നതിനടുത്ത് 2 ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞെറിഞ്ഞൊടുക്കുമ്പം 2 ഡിസൈൻ, ചെസ്റ്റിലോട്ട് ചേർന്നിരിക്കുന്നിടത്ത് 2 ഡിസൈനും ഷോൾഡറിൻ്റെ അവിടെ ഒരു ഡിസൈനുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അഴിച്ചിടുമ്പോൾ കാണാനായിട്ട് നിറച്ചും സ്കാറ്റർ ചെയ്ത് ഇതുപോലെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അഴിച്ചിടുമ്പോൾ ഒരു നല്ല ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തെറിച്ച് നിന്നോളും. നിറച്ചും ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 4 ലെയർ കൊടുത്തിട്ടുണ്ട്. ഓരോ ലെയറിലും 4 വെച്ചിട്ട് അങ്ങനെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ തന്നെ. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു വലിയ ഡിസൈൻ ഉണ്ട്. അതുകൂടാതെ ഇത് വിത്ത് ബ്ലൗസ് ആണ്. അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ ഒറ്റ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ പാറ്റേൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ അകത്ത് സെൻറ്ററിലായിട്ട് ഒറ്റ ഫ്ലവറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബ്ലൗസിൻ്റെ 2 സ്ലീവിലും ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല കോൺട്രാസ്റ്റ് കളറായിട്ട് ആ നടുക്ക റെഡ് ഫ്രഞ്ച് നോട്ടും കൂടെ വന്നാൽ നല്ലോണം എടുത്ത് നിൽക്കുക. ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റിയതാണ്. നിറച്ചും വർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല മാച്ചിങ് റെഡ് കളർ ഓർണമെൻറ്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല മുത്തുമാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്തത് ഒരു ബിസ്ക്കറ്റ് ബ്രൗൺ സാരിയാണ്. അതിൻ്റെ അകത്ത് മെറൂൺ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. കോമൺ ആയിട്ട് കാണുന്നതാണ്, പക്ഷെ അത് കണ്ടാലും ആർക്കും മടുക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പം അതിൽ സ്പൈഡർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയുടെ 2 സൈഡിലും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ സാരീസിലും കോമൺ ആയിട്ട് വരുന്നതാണ്. മുന്താണിയുടെ 2 സൈഡിലും ഈ നടുക്കുള്ള പോർഷനിലും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കോമൺ മെത്തേഡ് ഇതിലാണ് ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻസിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ചെയ്തിരിക്കുന്ന പാറ്റേൺ എല്ലാം സെയിം ആണ്. 2 സൈഡിലും വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് സ്കാറ്റർ ചെയ്ത് കുഞ്ഞു ആ ഒരു ഡിസൈനിൻ്റെ കുഞ്ഞൊരു പോർഷനായിരിക്കും സ്കാറ്റർ ചെയ്ത് നമ്മൾ നടുക്ക് പോർഷനിൽ തയ്ക്കുന്നത്. അപ്പം അങ്ങനെ 2 ലെയർ നമ്മൾ സ്പൈഡർ വർക്ക് ചെയ്തിട്ടുണ്ട് സ്കാറ്റർ ചെയ്ത്. ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നോർമൽ കോട്ടൺ ത്രെഡ്, ആങ്കർ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിസൈനിങ് മുന്താണിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചെസ്റ്റ് പോർഷനിലാണ് പോകുന്നത്. റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈനിങ് വന്നിട്ടില്ല. ചെസ്റ്റ് പോർഷനിലും ഷോൾഡറിലും ആയിട്ടാണ് പിന്നെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഷോൾഡറിൽ ചെസ്റ്റ് പോർഷനിൽ ഇത് ഇവിടെ ചെസ്റ്റിലോട്ട് ചേർന്നിരിക്കുന്നിടത്ത് കുറച്ച് അധികം നീളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൽ അത്രയും നീളത്തിൽ ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞു പോർഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ഈ അഴിച്ചിടുമ്പോൾ ഇവിടെ നിറച്ചും വർക്ക്, ചെസ്റ്റിനോട് ചേർന്ന് നിറച്ചും വർക്ക് ഉണ്ടാകും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പ്ലീറ്റ് ചെയ്ത് വെക്കുകയല്ല, അഴിച്ചിട്ടിട്ട് ചുമ്മാ ഷോൾഡറിൻ്റെ അവിടുത്തെ ആ ഒരു പോർഷൻ വെറുതെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റൈൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. കൊച്ചമ്മമാരായിട്ടുള്ള ആൾക്കാരിലെല്ലാം, പ്രായമായ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു ട്രെൻഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെറുതെ പിൻ ചെയ്ത് വെക്കുമ്പോൾ അവിടെ ആ ഷോൾഡറിൻ്റെ അവിടെ ഒരു കുഞ്ഞ് ഡിസൈൻ. പിന്നെ സ്കാറ്റർ ചെയ്ത് നിറച്ചും 3 ലെയർ അടുപ്പിച്ച് നമ്മൾ സ്പൈഡർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഴിച്ചിടുമ്പോൾ കാണാൻ നല്ല ഈ ഒരു കളർ കോമ്പിനേഷൻ കാരണം നല്ലൊരു ഭംഗിയുണ്ട്. ഈ ഗ്രീൻ ആയാലും അതുപോലെ തന്നെ മെറൂൺ ആണെങ്കിലും ഈ കളറിനോട് നല്ലോണം സ്യൂട്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ബ്രൗൺ കളറില്ലാത്ത പിന്നെ ചേരുന്ന ഒരു കളറാണ് ബ്ലൂ കളർ. പീകോക്ക് ബ്ലൂ ഒക്കെ നല്ലോണം ചെയ്യും ഇതിൻ്റെ അകത്ത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന വർക്ക്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. ഒത്തിരി വലിയ ഡിസൈനിങ് അല്ല, ഇങ്ങനെ റൗണ്ടിലായിട്ട് ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്ന വർക്ക്. പിന്നെ വന്നിട്ട് ഇതുപോലെ തന്നെ സ്ലീവിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് സ്ലീവിൽ ഡിസൈനിങ് വന്നത്. ഞാൻ കാണിച്ചു തരാം. സ്ലീവിലത്തെ ഡിസൈനിങ് ഇങ്ങനെയാണ് സ്ലീവിൽ വരുന്നത്. ഇതാണ് നമ്മുടെ സ്ലീവ്.
ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുവരെ വരും, 2 സ്ലീവ്സിലും ഇതുവരെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ഡിസൈനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ സാരീസ് എല്ലാം 6.5 മീറ്റേഴ്സ് ആണ്, വിത്ത് ബ്ലൗസ് പീസ് ആണ്. എല്ലാത്തിനും സെയിം മെറ്റീരിയൽ ബ്ലൗസ് പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്. ആദ്യം കാണിച്ചതിന് നമുക്ക് ബ്ലൗസ് പീസിൽ വർക്കില്ല, പക്ഷേ ഈ ഇപ്പോൾ 2 കാണിച്ചതിലും ബ്ലൗസ് പീസിൽ ഒരു കുഞ്ഞ് ഡിസൈനിങ് സെൻറ്ററിൽ, നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ സെൻറ്ററിലായിട്ട് ഒരു കുഞ്ഞ് ഡിസൈനിങ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഏറ്റവും ലാസ്റ്റ് സാരി ഒന്ന് കണ്ടു നോക്കാം. ഇതെല്ലാം സെയിം മെറ്റീരിയൽ, നേരത്തെ പറഞ്ഞ പോലെ സെയിം മെറ്റീരിയലാണ്, സിൽക്കി ചെക്കോട്ടയാണ് മെറ്റീരിയൽ. അടുത്ത സാരി നല്ല സ്കൈ ബ്ലൂ, കുറച്ച് ഡാർക്ക് സ്കൈ ബ്ലൂ കളറാണ്. അതിൻ്റെ അകത്ത് നല്ല പിങ്ക് കളർ ഷെയ്ഡ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അതും സെയിം പാറ്റേൺ തന്നെ, മുന്താണിയുടെ 2 സൈഡിലും പിന്നെ സ്കാറ്റർ ചെയ്തും സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ പോണത്. അപ്പം ഇതാണ് നമ്മുടെ സാരി. നല്ലൊരു കളറാണ്, നല്ല നല്ല ബ്രൈറ്റ് കളറാണ്. അതിൻ്റെ അകത്ത് പിങ്ക് കോമ്പിനേഷൻ, ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ എപ്പോഴും നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ കടായിക്കമ്മലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബഡ് റോസ് പോലെയുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ നീളത്തിലുണ്ട്. പിന്നെ നടുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ലെയറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് പേൾ കോട്ടൺ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം സ്റ്റെംസ് ആയാലും ഈ ഫ്ലവേഴ്സ് ആണെങ്കിലും തയ്ച്ചിരിക്കുന്ന പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് കളർ ഗ്രീൻ എടുത്തിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂവിൻ്റെ കൂടെ ചേർന്ന് പോകത്തില്ല. അപ്പം നമുക്ക് ഇച്ചിരി ഡാർക്ക് കളർ, ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ, ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുള്ള ഗ്രീൻ യൂസ് ചെയ്താലാണ് ഇതിൻ്റെ അകത്ത് പോകത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു കളറാണ് നമ്മൾ ഇതിന് സ്റ്റെംസിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിൽ ഇതുവരെ 2 ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷോൾഡർ പോർഷനാണ് വരുന്നത്, ഷോൾഡർ ആൻഡ് ചെസ്റ്റ് പോർഷൻ. ഷോൾഡറിലും ചെസ്റ്റ് പോർഷനിലും ഇതുവരെ തന്നെ സെയിം ഇങ്ങനെ നീളത്തിൽ നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞെറിഞ്ഞെടുക്കുകയാണെങ്കിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും തന്നെ വർക്ക് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ കുറച്ചും കൂടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടം വരെ, കഷത്തിൻ്റെ താഴം വരെ, വളഞ്ഞു പോകുന്ന ആ ഒരു പോർഷൻ വരെ നമുക്ക് വർക്ക് വേണമല്ലോ. അപ്പം അത് കുറച്ച് കൂടുതൽ, ഒരു 2 ഡിസൈൻ കൂടുതൽ നമ്മളിവിടെ തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ചെസ്റ്റിൽ വരുന്നത്. ഇവിടെ ഷോൾഡറിൽ വരുന്ന ഡിസൈനാണ്. 2 സൈഡിലും നല്ലോണം ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ സ്കാറ്റർ ചെയ്തും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. സ്കാറ്റർ ചെയ്ത് ഇവിടെ 3 വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. 3 ലെയറുമാണ്. 3 വെച്ചിട്ട് 3 ലെയർ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു ഡിസൈൻ ആണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ. ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൗസ് പീസ്, ഇതും വിത്ത് ബ്ലൗസ് പീസ് ആണ്. സെയിം കളർ മെറ്റീരിയലിൽ ബ്ലൗസ് പീസിൽ ഇതുപോലെ നമ്മൾ ഇൻഡിവിജ്വൽ ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ഫ്ലവർ ബ്ലൗസ് പീസിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡിസൈൻ വരും. അങ്ങനെ 2 സ്ലീവിലും ഇതുപോലെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സാരിയിൽ എല്ലാത്തിനും ഞാൻ പറഞ്ഞു ബ്ലൗസ് പീസ് ഉണ്ടെന്ന്. അപ്പോൾ ബ്ലൗസ് പീസ് സെയിം ഇത് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സിൽക്കി എഫക്റ്റ് ഉള്ള ഏതെങ്കിലും മെറ്റീരിയൽ, ഈ മെറ്റീരിയൽ വേണമെന്നില്ല, പ്ലെയിൻ മെറ്റീരിയൽ, ഇപ്പോൾ കോട്ടൺ സിൽക്ക് ആയാലും ഇതിൻ്റെ ത്രെഡിൻ്റെ കളർ കോൺട്രാസ്റ്റ് കളർ അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് ഇടാവുന്നതാണ്. പ്രിന്റഡ് ബ്ലൗസ് കിട്ടുവാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അതിപ്പം നമ്മുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം പോലെ. എന്നിട്ട് അതിന് പറ്റുന്ന ആക്സസറീസും നമ്മൾ ജ്വല്ലറീസൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഈ സാരിയുടെ ഒരു ലുക്ക് തന്നെ മാറ്റാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഇന്നത്തെ വീഡിയോ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.